ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ കഴിഞ്ഞ കുറെ കാലമായിട്ട് പീപ്പിൾ ഹാവ് ബീൻ ആസ്കിങ് മീ ഞാൻ ഇനി അടുത്തത് ഏത് കോഴ്സാണ് എടുക്കാൻ പോകുന്നത്, എന്താണ് പഠിക്കാൻ പോകുന്നത്, ഏത് കോളേജിലാണ് പഠിക്കാൻ പോകുന്നതെന്നൊക്കെ. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വരുന്ന റീലുകളിലൂടെ ഞാൻ മറുപടി തരാമെന്ന്. എന്റെ Q&A ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. സോ ദിസ് ഇസ് ദ ടൈം വെയർ ഐ ആം ഗോയിങ് ടു ടെൽ യു ഇനി എന്താണ് എന്റെ പ്ലാൻസ്, ഏത് കോളേജിലാണ്, ഏത് കോഴ്സാണ് എന്നൊക്കെ. സോ ഇനി ഞാൻ എവിടെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഞാൻ പഠിക്കാൻ പോകുന്നത് മറ്റെവിടെയല്ല, നിറ്റെ യൂണിവേഴ്സിറ്റി ഇൻ മാംഗ്ലൂർ, അവിടെയാണ്. എന്തുകൊണ്ടാണ് നിറ്റെ യൂണിവേഴ്സിറ്റി ഞാൻ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ ബിക്കോസ് ഓഫ് ദ ടോപ്പ് ടയർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ദ എക്സ്പോഷർ, എവറിത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഫൈനലി നിറ്റെ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തത്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഞാൻ ഇനി ഏത് കോഴ്സാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഞാൻ പഠിക്കാനായിട്ട് പോകുന്നത് BSc മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സാണ്. സോ വൈ BSc MRIT എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ബിക്കോസ് ഞാൻ നിങ്ങൾക്കറിയാം കഴിഞ്ഞ 2 വർഷമായിട്ട് അല്ലെങ്കിൽ +2 ഞാൻ എടുത്തത് സയൻസ് സ്ട്രീം ആയിരുന്നു. അപ്പൊ ആ ഒരു സയൻസ് സ്ട്രീം ഞാൻ എടുത്തതിന് ഐ വാണ്ടഡ് സംതിങ് എ കോഴ്സ് വിച്ച് ജസ്റ്റിഫൈസ് വൈ ഐ ഹാവ് ലേൺ സയൻസ് ഫോർ ദ പാസ്റ്റ് 2 years എന്നുള്ളതാണ്. അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന തരത്തിലും അറ്റ് ദ സെയിം ടൈം ഒരു ഹെൽത്ത് കെയർ കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ടിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും എടുക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. സോ ഇത് ഒരിക്കലും ഒരു ഓവർനൈറ്റ് ഡിസിഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ കഴിഞ്ഞ ഐ തിങ്ക് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ January 2026 മുതൽ ഐ വാസ് തിങ്കിങ് അബൌട്ട് ദിസ് കോഴ്സ്. അങ്ങനെ കുറെ അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്ത് കുറെ റിസർച്ച് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഫൈനലി ഈ ഒരു കോഴ്സിലേക്ക് എത്തപ്പെട്ടത്. ഇനി ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽസിൽ ഐ ഓഫ് ദി ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അതായത് ഒരു ഡോക്ടറിന് ഇപ്പോൾ ഒരു രോഗിയുടെ അവസ്ഥ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്റേണൽ ഇഞ്ചുറിനെ കുറിച്ച് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്യൂമർ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഡയഗ്നൈസ് ചെയ്യണമെങ്കിൽ അതിന് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം കൂടിയേ തീരത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അതിന് അവർ കംപ്ലീറ്റ് ആയിട്ടും ഇതിനെ നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനെ ആയിരിക്കും റിലൈ ചെയ്യുന്നത്. സോ അതാണ് ഈ ഒരു മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി എന്നൊരു കോഴ്സിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് ഞാൻ പറഞ്ഞത്. അതായത് ഒരു മെഡിക്കൽ സയൻസിന്റെയും അതേപോലെ കട്ടിംഗ് എഡ്ജ് ഫിസിക്സിന്റെയും കൂടെ ഒരു അൾട്ടിമേറ്റ് കോമ്പിനേഷൻ ആണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഇനിയും വൈ നോട്ട് സ്റ്റഡി ഇൻ കേരള അല്ലെങ്കിൽ എന്തുകൊണ്ട് വൈ മാംഗ്ലൂർ നോട്ട് കേരള എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, അതായത് കേരളത്തിൽ കുറെ നല്ല അമേസിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ കേരളത്തിൽ പഠിക്കുമ്പോൾ ഐ ഫീൽ നമുക്ക് ഇവിടെ നിന്നാൽ ഭയങ്കര സൗകര്യമാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വരാം, അതൊക്കെ ഓക്കെ. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ലൈഫിൽ നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ പുറത്ത് വന്നാൽ മാത്രമാണ് ആക്ച്വലി ലൈഫ് ബിഗിൻ ചെയ്യൂ എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നതും ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. സോ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടും ലൈഫിൽ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആവാനും എന്താ പറയാ സെൽഫ് റിലയൻസ് ആവാനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ എന്റെ കോളേജ് ലൈഫിനെ കാണുന്നത്. സോ അതുകൊണ്ടാണ് ഐ ചൂസ് മാംഗ്ലൂർ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റേയിങ് ഹിയർ ഇൻ കേരള. അപ്പൊ അതാണ് അത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഐ തിങ്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ആൻസർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും വരുന്ന വീഡിയോകളിൽ നമ്മൾ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. Until we all meet, bye guys.